നമസ്കാരം. സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാസർ അൽ അസദിനെ വധിക്കാൻ മോസ്കോയിൽ ശ്രമം നടന്നിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ബാഷറിനെ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ഉച്ചയ്ക്ക് അദ്ദേഹം വളരെ അസ്വസ്ഥതായി കാണപ്പെട്ടു. കടുത്ത ചുമയും ശ്വാസമുട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അസദിൻ്റെ അംഗരക്ഷകർ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ നൽകുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടും കുറയാതെ വന്നപ്പോഴാണ് അടിയന്തരമായി ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയത്. ഡോക്ടർമാരെത്തുമ്പോൾ അസദ് വളരെ അവശനിലയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച റഷ്യ ഇനിയും ആധികാരികമായി പ്രതികരിച്ചിട്ടില്ല. അസദിൻ്റെ വിശദാംശങ്ങൾ ഒരു മുൻ റഷ്യൻ ചാരനാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജനറൽ SVR എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച റിപ്പോർട്ടിലാണ് ഈ റഷ്യയുടെ മുൻ ചാരൻ ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അസദിനെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനാണ് ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നത് എങ്കിലും ഒരുപക്ഷെ ഇതൊരു വാർത്തയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അസദ് ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ തന്നെ കിടത്തി അദ്ദേഹത്തെ ചികിത്സിക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അസദിൻ്റെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ എക്സ് അക്കൗണ്ടിൽ പറയുന്നത്. എന്നാൽ റഷ്യൻ സർക്കാരോ മറ്റേതെങ്കിലും അധികൃതരോ ഇക്കാര്യത്തിൽ ഇനിയും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ സിറിയയിൽ നടന്ന വിമത നീക്കത്തെ തുടർന്നാണ് അസദ് രാജ്യം വിട്ടോടി റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടിയത്. അസദ് റഷ്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ടൺ കണക്കിന് നോട്ടുകെട്ടുകളാണ് വിവിധ വിമാനങ്ങളിലായി റഷ്യയിൽ എത്തിച്ചിരുന്നത് എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. മോസ്കോയിൽ മാത്രം ഇയാൾക്ക് ഏതാണ്ട് 20-ലധികം അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമായിട്ടുണ്ട് എന്നും റഷ്യയിലെ പല വ്യവസായ സംരംഭങ്ങളിലും അസദിനും കുടുംബത്തിനും പങ്കുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും റഷ്യ തന്നെയാണ് ഇയാളെ രക്ഷപ്പെടുത്തി കൃത്യമായി മോസ്കോയിൽ എത്തിച്ചത്. ഇയാൾക്ക് മോസ്കോയിൽ എത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ എല്ലാ സഹായവും നൽകിയെന്നും അതിന് പകരമായി സിറിയയുടെ സകല സൈനിക രഹസ്യങ്ങളും ഇസ്രായേലിന് കൈമാറിയതായിട്ടും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് റഷ്യയിലെത്തിയ അസദ് ഏതാണ്ട് വീട്ടുതടങ്കലിലായ അവസ്ഥയിലാണ്. ഇയാൾക്ക് മോസ്കോ വിട്ട് പുറത്തു പോകാനോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താനൊന്നും തന്നെ അനുമതിയില്ല. മാത്രവുമല്ല റഷ്യയിലുള്ള അസദിൻ്റെ മുഴുവൻ ആസ്തികളും സർക്കാർ മരവിപ്പിച്ചതായും സൂചനയുണ്ട്. കൂടാതെ ഇയാളുടെ ഭാര്യയായ അസ്മ അസദിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് റഷ്യയിലെ ഒരു കോടതിയെ സമീപിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവരുടെ ജന്മസ്ഥലമായ ബ്രിട്ടനിലേക്ക് പോകാനാണ് അസ്മ ശ്രമിക്കുന്നതെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരും ബ്രിട്ടനിലെ പാർലമെൻറ്റ് അംഗങ്ങളുമൊക്കെ തന്നെ അസ്മയുടെ ഈ വരവിനെ ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും അസ്മയെ തിരികെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് അവരുടെ തീരുമാനം. മാത്രവുമല്ല നേരത്തെ തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അസദിനും സിറിയയ്ക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ അസ്മയുടെ ബ്രിട്ടനിലുള്ള ആസ്തികളുമെല്ലാം തന്നെ ഇപ്പോൾ വരയിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. അസ്മ വീണ്ടും തിരിച്ച് ബ്രിട്ടനിലേക്ക് എത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ മുടിപ്പിച്ച് അഴിമതി നടത്തിയ പണവുമായി രക്ഷപ്പെട്ട ഒരാളിന് അഭയം നൽകി എന്നുള്ള പേരുദോഷം ബ്രിട്ടന് മേലുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവരും ഇക്കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അസദിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇനിയും യാതൊരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ അവർ അദ്ദേഹത്തെ വിട്ടുപോയോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അസദിന് അതീവ സുരക്ഷയാണ് മോസ്കോയിൽ പുടിൻ സർക്കാർ ഏർപ്പാടാക്കിയിരുന്നത്. എന്നിട്ടും ഇത്തരത്തിൽ ഒരു വധശ്രമം നടന്നു എന്നുള്ളത് റഷ്യയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഏതായാലും അന്വേഷണം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്.